ഓക്കെ, നമുക്കിപ്പോൾ ഇന്ന് ബ്ലോക്ക് 5 നോക്കാം. ബ്ലോക്ക് 5 ഫസ്റ്റ് വരുന്നത് സർ റോജർ അറ്റ് അസീസസ് എന്ന് പറഞ്ഞിട്ടാണ്. ജോസഫ് എഡിസൻ്റെയാണ്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ സമ്മറിയാണ് ഇതിൽ വരുന്നത്. ഇത് ജോസഫ് എഡിസൺ സ്റ്റേറ്റ്സ് ദ ഫസ്റ്റ് റിക്വസൈറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഹാവ് കോൺഫിഡൻസ് ഇൻ വൺ സെൽഫ്. അപ്പോൾ ഇതൊരു എസ്സേ ആണ്, എസ്സേയുടെ രൂപത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ജോസഫ് എഡിസൺ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമുള്ള ഘടകം കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. അതായത് സ്വന്തമായിട്ടൊരു വിശ്വാസം വേണമെന്ന് പറയാണ്. ദിസ് വുഡ് സേവ് വൺ സെൽഫ് ഫ്രം ദ ബ്ലെയിംസ് ഓഫ് അതേഴ്സ്. ഇങ്ങനൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്ന് പറയാണ്. ഇവിടെ സർ റോജറിനെ പറ്റി പറയുമ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ചാപ്റ്ററിലെ എസ്സേയിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള സർ റോജർ അങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന് പറയാണ്. അയാൾക്ക് എന്തുണ്ട്, ഉള്ളിൽ സമാധാനമുണ്ട്. കാരണം അതുപോലെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് നെയ്ബേഴ്സിൽ നിന്നൊക്കെ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരാളാണെന്ന് പറയാണ്. ദ നറേറ്റർ ഡിസ്ക്രൈബ്സ് ആൻ ഇൻസിഡൻറ്റ് ഇൻ വിച്ച് ഓൾഡ് നൈറ്റ് ടേക്സ് ഹിം ആൻഡ് വിൽ വിംബിൾ ടു എ കോർട്ട് സെഷൻ ഇൻ ദ കൺട്രി. ഇവിടെ നറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു സംഭവത്തിൽ ഓൾഡ് നൈറ്റ് നമ്മുടെ നെറേറ്ററിനെ എടുത്തു. നെറേറ്ററിനെയും കൊണ്ടുപോയി, മാത്രമല്ല വിൽ വിംബിൾ എന്ന് പറഞ്ഞ ഒരാളെയും കൊണ്ടുപോവാണ് കോർട്ടിലൊരു പരിപാടിക്കായിട്ട്. ഡ്യൂറിങ് ദെയർ റൈഡ്, അങ്ങനെ അവർ പോകുന്ന സമയത്ത് ദേ കെയിം അക്രോസ് ടു ജെന്റിൽമാൻ ആൻഡ് സർ റോജർ സ്റ്റാർട്ട്സ് ഗിവിങ് ആൻ അക്കൗണ്ട് ഓഫ് ദം ടു ദ നെറേറ്റർ. അങ്ങനെ അവർ പോകുന്ന സമയത്ത് രണ്ട് ജെന്റിൽമാനെയും കൂടെ കണ്ടു. ആ സമയത്ത് സർ റോജർ ഒരു കാര്യം പറയുകയാണ്. ആരോട്? നമ്മുടെ നെറേറ്ററിനോട്. While the two gentlemen and Wimble move ahead, Sir Roger informs them that one of the two gentlemen is a farmer. അപ്പോൾ ഈ രണ്ട് ജെന്റിൽമാനെ കുറിച്ചിട്ട് സർ റോജർ ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? നമ്മുടെ നെറേറ്ററോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ ഫാർമറാണ്, രണ്ടാമത്തെ ആളാണ് നല്ലൊരു ഗുഡ് നെയ്ബറാണെന്നൊക്കെ പറയാണ്. ദ ഓൺലി പ്രോബ്ലം വിത്ത് ഹിം ഈസ് ദാറ്റ് ഹി ഷൂട്ട്സ് ഡൗൺ പാട്രിഡ്ജസ് ഇൻ ലാർജ് എമൗണ്ട്സ് ഫോർ ഹിസ് ഫുഡ്. സോ ആ ഒരു നെയ്ബറിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാട്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബേർഡാണ്. ആ ബേർഡിനെ വെടിവെച്ച് വീഴ്ത്തും എന്നൊക്കെ പറയാണ്. ദെൻ ടോം ടച്ചി ഹാസ് എ ബാഡ് റിപ്യൂട്ട് ആസ് ഹി ടേക്സ് ലീഗൽ മെഷേഴ്സ് എഗെയിൻസ്റ്റ് എവരി വൺ. മറ്റൊരാളാരാണ്? ടോം ടച്ചിയാണ്. ടോം ടച്ചിന് ഒരു കുറ്റം എന്താ പറയുന്നത്? എപ്പോഴും മറ്റുള്ളവർക്കെതിരെ പരാതി കൊടുക്കുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഫാമറും മറ്റൊന്ന് ടോം ടച്ചിയും. രണ്ട് പേരെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. ഹി ഹാഡ് ഈവൻ സോട്ട് ലീഗൽ ആക്ഷൻ എഗെയിൻസ്റ്റ് ഓണസ്റ്റ് പേഴ്സൺ. സത്യസന്ധരായവർക്കെതിരെ വരെ പരാതി കൊടുക്കുന്ന ഒരു സ്വഭാവം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പരാതി കൊടുക്കുന്ന ഒരു സ്വഭാവം ടോം ടച്ചിക്ക് ഉണ്ടെന്ന് പറയാണ്. ദീസ് ടു മെൻ ആരാണ്? രണ്ട് പീപ്പിൾ, വിൽ വിംബിൾ ആൻഡ് ടോം ടച്ചി. സോ രണ്ട് പേരേതാണ്? രണ്ട് ജെന്റിൽമാനെ കുറിച്ച് നമ്മുടെ സർ റോജർ നെറേറ്റർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ രണ്ട് ജെന്റിൽമാൻ, രണ്ട് മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആരാണ്? വിൽ വിംബിളും ഒന്ന് ടോം ടച്ചിയും. അതിൽ രണ്ട് പേരെ കുറിച്ചിട്ടും പറഞ്ഞു. രണ്ട് പേർക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരാൾ ഫാമറാണ്. ഫാമറിൻ്റെ പ്രശ്നം ഒരുപാട് പാട്രിഡ്ജസിനെ വെടിവെക്കുന്നതാണ്. രണ്ടാമത് ടോം ടച്ചിയാണ്, എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കും. ഓക്കെ, though the issue is silly, both the men hold opposite views of the matter. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടെ പറയുന്നുണ്ട്. സർ റോജേഴ്സ് ഒപ്പീനിയൻ നോട്ട് ട്രിവൽ സബ്ജക്ട്സ് ലൈക്ക് വിംബിൾസ് ഫിഷിംഗ് ഇൻ ദ റിവർ. വിംബിൾ മീൻ പിടിക്കുന്നുണ്ട്, ഒരുപാട് അളവിൽ വിംബിൾ മീനെ പിടിക്കുന്നുണ്ട്. വിംബിൾ റിവറിൽ നിന്നും, നദിയിൽ നിന്നും. അതിന് സർ റോജർ ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പലർക്കും എന്താണ്, പല അഭിപ്രായങ്ങളായിരുന്നു. സർ റോജർ ജുഡീഷ്യലി റെസ്പോൺസ് ടു ദം ദാറ്റ് മച്ച് മൈറ്റ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ്. അനുകൂലിച്ചും പറയുന്നുണ്ട് പലരും, പ്രതികൂലിച്ചും പറയുന്നുണ്ട്. ദിസ് റെസ്പോൺസ് വിത്തൗട്ട് ലെവലിംഗ് ചാർജസ് എഗെയിൻസ്റ്റ് ഐദർ ഓഫ് ദം മേക്സ് ദം സാറ്റിസ്ഫൈഡ്. സർ റോജർ ആൻഡ് ഹിസ് കമ്പനിയേഴ്സ് റീച്ച് ദ കോർട്ട്. അങ്ങനെ റോജറും ഈ കൂടെ വന്നവരും കോർട്ടിലെത്തുകയാണ്. സോ ആ സമയത്ത് സെഷൻ എൻഡ് ചെയ്യാനായി തുടങ്ങി. The knight stood up and delivered an insignificant lecture to impress the narrator. ആ സമയത്ത് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സോൾജർ പോലത്തെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഒരു ഭയങ്കര ലെക്ചർ നടത്തുകയാണ് നമ്മുടെ നറേറ്ററിനെ ഇമ്പ്രസ് ചെയ്യാൻ. അനാവശ്യമായിട്ടുള്ള ലെക്ചറായിരുന്നു എന്ന് പറയണം. അങ്ങനെ അവർ തിരിച്ചു പോന്നു. കോർട്ട് സെഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവർ ഒരു ഇന്നിൽ സ്റ്റോപ്പ് ചെയ്തു. ഇന്നെന്ന് പറഞ്ഞ സത്രത്തിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു റിഫ്രഷ് ദംസെൽഫ്, കുളിക്കാനും മറ്റൊക്കെ ആയിട്ട് കുതിരകളെയൊക്കെ കുളിപ്പിക്കാൻ. പക്ഷേ ഇത് ആരെ റീച്ച് ഉണ്ടായിരുന്നില്ല? ഓണർ ഓഫ് ദ ഇൻ, ഈ സത്രത്തിൻ്റെ ഉടമസ്ഥനെ.
ബീയിങ് എ ഫോർമർ സെർവൻ്റ് ഓഫ് സർ റോജർ, കാരണം അയാൾ ഓൾറെഡി ആരായിരുന്നു, നമ്മുടെ സർ റോജറിൻ്റെ ആരായിരുന്നു, ഒരു ഓക്കെ സെർവൻ്റായിരുന്നു. സർ റോജറിൻ്റെ മുന്നുണ്ടായിരുന്ന ഒരു വേലക്കാരനായിരുന്നു ഇപ്പോൾ ഈ സത്രത്തിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെയാണ് അനുവാദം ചോദിക്കാതെ അവിടെ കയറിയത്. ദെൻ ആ സമയത്ത് പിന്നെ നമ്മൾ കാണുന്നത് മെയ്ഡ് എ പോർട്രേറ്റ് ഓഫ് ഹിസ് ഹെഡ് ആസ് എ ഗസ്റ്റർ ഓഫ് റെസ്പെക്ട് ഇൻ ദ സൈൻ ബോർഡ് ഓഫ് ദ ഇൻ. ശരിക്കും പറഞ്ഞാൽ സർ റോജറിൻ്റെ ചിത്രമാണ് അവിടെ സൈൻ ബോർഡിൽ. അപ്പോൾ അതെന്താ കാണിക്കുന്നത്, ഈ ഒരു വേലക്കാരന് അല്ലെങ്കിൽ ഈ ഒരു സെർവൻറ്റിന് അത്രയും റെസ്പെക്റ്റ് ആരോടുണ്ടായിരുന്നു, സർ റോജറിനോട് ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ഈ ഓണർ വന്നപ്പോൾ സർ റോജർ പറഞ്ഞു, ഭയങ്കര കോംപ്ലിമെൻ്റൊക്കെ പറഞ്ഞു, സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ, എനിക്ക് വലിയ അഭിമാനമാണ്, വൺ ഹൂ ഈസ് അണ്ടർ ദ പൊസിഷൻ ഓഫ് എ ഡ്യൂക്ക് എന്നൊക്കെ പറഞ്ഞു. Then he suggests altering the image by adding some whiskers to make it appear like a saracens head. ആ സമയത്ത് റോജർ ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ ആ ഒരു ഹെഡ് വെച്ചിട്ടുണ്ടല്ലോ സർ റോജറിൻ്റെ ഹെഡ്, അപ്പോൾ അതിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വയ്ക്കൂ, കുറച്ച് വിസ്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് അതൊരു സാറകൻ്റെ കുറച്ചും കൂടെ ഒരു വിസ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദൈവത്തിന് ഇങ്ങനെ ഗോളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രകാശം അതുപോലെയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു രൂപമാക്കി മാറ്റാമെന്നൊക്കെ പറയാമെന്ന്. ദെൻ ഈവൺ ഇൻ ദിസ് മോൺസ്ട്രസ് ഫേസ് ആഫ്റ്റർ ഓൾട്ടറേഷൻ, അപ്പോൾ ഒരു മോൺസ്ട്രസ് ഫേസ് ആരുടെ തന്നെയാണ് പറയുന്നത്, സർ റോജറിൻ്റെ തന്നെയാണ്, മാറ്റങ്ങൾ വരുത്തി. നെറേറ്റർ കൂടെ ഐഡൻറ്റിഫൈ സം റിസംബ്ലൻസസ് വിത്ത് സർ റോജർ. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോഴും നെറേറ്റർക്ക് എന്താണ് കുറച്ച് സമയം മാത്രം ആരായിട്ട് തോന്നുന്നുള്ളൂ, സർ റോജറായിട്ട്. നോട്ടീസിങ് ഹിസ് ലവ്, സർ റോജർ ആസ്ക് ഹിം വെദർ ഹി ക്യാൻ ഐഡൻറ്റിഫൈ ഈവൻ ഇൻ ഹിസ് ഡിസ്ഗൈസ്. As a response to the question, narrator comments that much might be said on both sides. then ഇതിൻ്റെ ക്രിറ്റിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ ക്രിറ്റിക്കൽ അനാലിസിസാണ് ഇമ്പോർട്ടൻ്റ് നോക്കുക. സർ റോജർ അറ്റ് അസീസസ് ഒന്നും കൂടെ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്രിറ്റിക്കൽ അനാലിസിസ് നോക്കിക്കോ. സർ റോജർ അറ്റ് അസീസസ് എന്ന് പറയുന്ന സെറ്റാരിക്കൽ എസ്സേ ആണ്. ആരുടെയാണ്, ജോസഫ് എഡിസൻ്റെ. ഇതിൻ്റെ ടോണും അപ്രോച്ചും ഒരു കഥ പറയുന്ന രീതിയിലാണ് ഉള്ളത്. ദ മിസ്മാച്ച് ഇൻ ദ കണ്ടന്റ് ആൻഡ് ഫ്രം ഈസ് വെരി ക്ലിയർ ഇൻ ദ പോർട്രയൽ ഓഫ് സർ റോജേഴ്സ് ക്യാരക്ടർ. ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാക്കും, ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷനും ഉണ്ടാക്കുന്നതാണ് തുടക്കം മുതലേ. ഇപ്പോൾ പറഞ്ഞതല്ലേ പിന്നെ പറയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് സർ റോജർ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്കിൽ കൂടെ എഡിസൺ ഇയാളെ ഇവിടെ വരച്ച് കാണിക്കുന്നത് ഒരു വിമർശന കഥാപാത്രം അല്ല, ഒരു ഹാസ്യ കഥാപാത്രമാണ്. ആസ് ഇൻ ഓൾ അനഡോക്ട് ഓൺ സർ റോജർ അറ്റ് അസീസസ് ഓൾസോ റെപ്രസെൻറ്റ് ഇമാജിനറി ക്യാരക്ടർ ഓഫ് സർ റോജർ ആസ് എൻ എസെൻട്രിക് നൈറ്റ്. അപ്പോൾ എല്ലാ അനഡോക്സിലും പറയുന്ന പോലെ സർ റോജർ അറ്റ് അസീസസ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ, സാങ്കല്പിക കഥാപാത്രമായിട്ട് വേണമെങ്കിൽ പറയാം, ഒരു എസെൻട്രിക് ആയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു സോൾജറായിട്ടും. നെറേറ്റർ എന്ന് പറയുന്നത് ആരാ ഈ കഥയിലെ, സർ റോജറിൻ്റെ ഫ്രണ്ടാണ്, ഹു ഡെലിബറേറ്റ്സ് ഓൺ എവറി ഇവൻറ്റ്സ് ഇൻ ലൈഫ് ഓഫ് സർ റോജർ. ദർ ആർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ക്യാരക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളുള്ളത്. ലൈക്ക് സർ റോജർ ഉണ്ട്, സർ റോജറിൻ്റെ പിന്നെ ടോം ടച്ചി ഉണ്ട്, യോമാൻ ഉണ്ട്, ദ ജീനിയസ് ഓഫ് ദ റൈറ്റർ. ദ ഡിക്റ്റം ഇൻ ദ വെരി ബിഗിനിങ് ഓഫ്, എങ്ങനെയാണ് ഈ ഒരു എസ്സേ തുടങ്ങുന്നത്, എ മാൻസ് ഫസ്റ്റ് കെയർ ഷുഡ് ബി അവോയ്ഡ് ദ അപ്രോച്ചസ് ഓഫ് ഹിസ് ഓൺ ഹാർട്ട് ഈസ് നെക്സ്റ്റ് ടു എസ്കേപ്പ് ദ സെൻച്വേഴ്സ് ഓഫ് ദ വേൾഡ്. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ, ഇതാണ് ഫസ്റ്റ് ഡിക്റ്റം. Foreshadows the character of Sir Roger. The statement that the man enjoys peace of mind only if he is enduring to himself and get approval from others. ഇത് പറയുന്ന ഒരു മനുഷ്യന് പീസ് സമാധാനം കിട്ടണമെങ്കിൽ അവന് മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോഴും റെസ്പെക്റ്റ് ചെയ്യുമ്പോഴുമാണ് സർ റോജറിനുള്ളതുപോലെ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ ഹ്യൂമറസ് ആൻഡ് സെറ്റാരിക്കൽ അപ്രോച്ച് ഓഫ് എഡിസൺ ഒരു നമുക്ക് കാണാൻ പറ്റും തമാശ കഥാപാത്രങ്ങളായിട്ടുള്ള വിൽ വിംബിളിലൂടെയും യോമാനിലൂടെയും എന്നൊക്കെ പറയാണ്. The representation of Yeoman begins with the humorous introduction of the character, a good individual if he had not killed the birds in large number. ഇയാൾ റെപ്രസെൻറ്റേഷൻ ഓഫ് യോമാൻ പറയുന്ന നല്ലൊരാളാകുമായിരുന്നു ഇത്രയധികം ബേർഡ്സിനെ ഒരുമിച്ച് കൊന്നില്ല എങ്കിൽ എന്ന് പറയാണ്. അതുകൊണ്ട് പിന്നെ ഫാമർ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓർഡിനറി ഇംഗ്ലീഷ് മാൻ ഓഫ് എഡിസൺ പീരീഡ് ആണ്. ടോം ടച്ചി ആരാ, ഒരു നൊട്ടോറിയസ് ക്യാരക്ടറാണ്. അദ്ദേഹം എന്താണ്, എപ്പോഴും പരാതി കൊടുക്കും, കേസ് കൊടുക്കും മറ്റുള്ളവർക്കെതിരെ പല കാര്യങ്ങളിൽ. അപ്പം അത് നോക്കുക. ദെൻ ഹ്യൂമറസ് ഷെയ്ഡ് ഓഫ് റോജേഴ്സ് ക്യാരക്ടർ,
സർ റോജറിൻ്റെ കഥാപാത്രത്തിൻ്റെ ഹ്യൂമറസ് ഷെയ്ഡ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഇൻ ആൻ ഇവൻറ്റ്, ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. എത്ര കോമിക്കായിട്ടുള്ള കഥ. ടോം ടച്ചി ആൻഡ് വിം ആർഗ്യൂ ഓഫ് ഫിഷിംഗ് ഇൻ എ റിവർ. ഇവർ രണ്ടുപേരും കൂടെ മീൻ പിടിക്കുന്നതിനെ പറ്റിയിട്ട് വഴക്ക് നടക്കുകയാണ്. അപ്പോൾ ദിസ് ആർഗ്യുമെൻറ്റ് ആസ് വെൽ ആസ് ദ ഫൈറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റാർ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് സൊസൈറ്റി ഓഫ് ദ 18th century. 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ വിമർശിക്കുന്നത്. ഇറ്റ് വാസ് എ കസ്റ്റമറി ടു മെസ് അപ്പ് ഓൺ ദ ട്രൈവിയൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ വഴക്കൂടുന്ന ഒരു സ്വഭാവം 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. It was customary to mess upon trivial matters in order to please both characters. Sir Roger takes a balance. അപ്പോൾ രണ്ടുപേരും തമ്മിലാണല്ലോ വഴക്ക്. ടോം ടച്ചും വിംബിളും തമ്മിൽ ഒരു റിവറിൽ മീൻ പിടിക്കുന്ന ചെറിയ കാര്യത്തെ പറ്റി വഴക്കുണ്ടായപ്പോൾ നമ്മുടെ റോജർ എന്താ ചെയ്തത്? ന്യായത്തിൻ്റെ പക്ഷത്ത് നിലനിന്നത്. രണ്ട് ഭാഗത്തു നിന്നു ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. രണ്ടുപേരെയും സംതൃപ്തിപ്പെടുത്താനായിട്ട് ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. അത് എന്താണ് സ്റ്റേറ്റ് ചെയ്തത്? മച്ച് മൈറ്റ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ്. Another brilliance of satire, irony employed in the essays in connection with court session. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. Companions arrive at the court session very late. Sir Roger delivers a speech. ഒരു കോർട്ട് സെഷനിൽ വൈകി എത്തുന്ന സമയത്ത് സർ റോജർ എന്ത് ചെയ്തു? ഒരു സ്പീച്ച് അങ്ങോട്ട് ഉണ്ടാക്കി. ആ സ്പീച്ചിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. വിച്ച് മേക്സ് പീപ്പിൾ ഗ്യാദർ അറൗണ്ട് ഹിം ടു ലാവിഷ് പ്രൈസ് ഓൺ ഹിം. അപ്പോൾ ഈ സ്പീച്ചൊക്കെ കേട്ടപ്പോൾ ആളുകളൊക്കെ അവിടെ കൂടി ഇദ്ദേഹത്തെ പുകഴ്ത്താൻ തുടങ്ങി. ശരിക്കും അങ്ങനത്തെ ഒരു സ്പീച്ചിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ റോജർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹൂ ഓൾവേസ് ട്രൈ ടു കൺഫേം ടു സോഷ്യൽ നോംസ്. ഇപ്പോഴും സമൂഹത്തെ പേടിച്ചു ഭയന്ന് സമൂഹത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അനാവശ്യമായിട്ടൊരു സ്പീച്ച് അദ്ദേഹം അവിടെ നടത്തിയത്, നമ്മുടെ നെറേറ്ററിനെ ഇംപ്രസ് ചെയ്യാൻ. ഫൈനൽ പാരഗ്രാഫിൽ എഡിസൺ ഔട്ട്വിറ്റ്സ് നെറേറ്റീവ് വിത്ത് സാറ്ററിക്കൽ ആൻഡ് ഐറണിക്കൽ ആയിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ, വിരോധാഭാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓൺ ദെയർ വേ ബാക്ക് ആസ് ദേ സ്റ്റോപ്പ് അറ്റ് ദ ഇൻ വെൻ റോജർ കംസ് അക്രോസ് ഹിസ് ഓൺ പോർട്രേറ്റ്. റോജറിൻ്റെ ചിത്രം തന്നെ സത്രത്തിൽ കണ്ടപ്പോൾ ഹിസ് സജഷൻ ഓഫ് ഓൾട്ടർ, ആൾ പറഞ്ഞത് കുറച്ചും കൂടെ ദൈവം പോലെ ഉള്ള ചിത്രമാക്കി മാറ്റാൻ പറഞ്ഞപ്പോൾ അവിടെയും നമുക്ക് തമാശയാണ് തോന്നുന്നത്. ദ ഓൾട്ടേർഡ് പെയിൻറ്റർ റിസംബിൾസ് ഹിം. ശരിക്കൊരു ചായ മാത്രമായിട്ട് അത് മാറി, അത്രയും മാറ്റങ്ങൾ വരുത്തി. എഡിസൺ യൂസസ് മിമിക്രി ആൻഡ് ഐറണി നമുക്കിവിടെ കാണാൻ പറ്റും. റെസ്പോൺസ് ഓഫ് ദ നെറേറ്റർ. സോ ഇതിൽ റീക്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വായിക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കുക. ദെൻ അസൈൻമെൻറ്റ്സിൻ്റെ ആൻസർ ഞാൻ സെൻഡ് ചെയ്യും, അപ്പോൾ അത് പഠിക്കുക കേട്ടോ. ദെൻ അടുത്തത് ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ മേരി ഷെല്ലിയുടെ വർക്കാണ്. ഫ്രാങ്കസ്റ്റൈൻ ബ്രീഫ് ഔട്ട്ലൈൻ ഓഫ് ദ പ്ലോട്ട് നോക്കുമ്പോൾ ഈ ഒരു നോവലാണത് ബിഗിൻ ചെയ്യുന്നത്. ദ റോബർട്ട് വാൾട്ടൺ ആരാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഒരു എക്സ്പ്ലോറർ സീക്സ് എ ന്യൂ റൂട്ട് ഫ്രം റഷ്യ ടു പസഫിക്. റൂട്ട് കണ്ടുപിടിക്കുകയാണ് ത്രൂ ദ ആർട്ടിക് വയൽ ഓൺ ദ വാൾട്ടൺസ് ക്രൂ ആക്സിഡൻ്റലി മീറ്റ്സ് ആൻ എക്സോൾട്ടഡ് മാൻ. വാൾട്ടൺ ആരെ കണ്ടുമുട്ടുന്നത്? വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരാളെയാണ്. അയാൾ എന്താ ചെയ്യുന്നത്? ഫ്ലോട്ടിങ് ഓൺ ഐസ് ഷീറ്റ് ഇൻ ദ സീ. ഒരു സീൽ, കടലിൽ ഇങ്ങനെ ഒരു ഐസ് ഷീറ്റിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. ആ പ്ലോട്ട് ഓഫ് ദ നോവൽ ഫ്രാങ്കസ്റ്റൈൻസ് അനഡോക്ട് ഓഫ് ട്രാജിക് എക്സ്പീരിയൻസ് ആണ് ഓഫ് ടു വാൾട്ടൺ. ഈ ഒരു കഥ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ മനുഷ്യനുണ്ടല്ലോ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ, തൻ്റെ ട്രാജഡി ആ ഒരു കഥ ആരോട് പറയുന്നതാണ്? റോബർട്ട് വാൾട്ടനോട് പറയുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഓർമ്മയുണ്ടാവും. സോ ഈ ഒരു ഫ്രാങ്കസ്റ്റൈൻ എവിടെ ജനിച്ചത്? ബോൺ ഇൻ ജിനീവ, സ്വിറ്റ്സർലാൻഡ്. ഫ്രാങ്കസ്റ്റൈൻ ഷോസ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ന്യൂ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ആര്? ഫ്രാങ്കസ്റ്റൈൻ. എലിസബത്ത് ക്ലോസ് ഫ്രണ്ടായിരുന്നു, ഫാമിലി അഡോപ്റ്റ് ചെയ്തതാണ്. ഇതൊക്കെ നസ്രീന് ഓർമ്മയുണ്ടായിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ചെറുപ്പം മുതലേ ഫ്രാങ്കസ്റ്റൈൻ സയൻസിലും ഒക്കെ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത്. രണ്ട് പ്രൊഫസേഴ്സിൻ്റെ പേര് പറയുന്നത് ക്രെംപ് ആൻഡ് എം വോൾഡ്മാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഫ്രാങ്കസ്റ്റൈൻ ഒരു ന്യൂ ക്രീച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ന്യൂ ക്രീച്ചർ പിന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിൽ ന്യൂ ക്രീച്ചർ എല്ലാവരെയും കൊല്ലുന്നു. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു എന്ന് പറയുന്നത്. അങ്ങനെ അവസാന മാസങ്ങളിൽ ഒരു മോൺസ്റ്ററെയാണ് ഫ്രാങ്കസ്റ്റൈൻ ഉണ്ടാക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ക്രീച്ചർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ മോൺസ്റ്ററായി. മോൺസ്റ്റർ പറഞ്ഞു മോൺസ്റ്ററിന്
പെയറായിട്ട് ഒരാളെ കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെയറായിട്ട് ഉണ്ടാക്കാൻ ആര് തയ്യാറാവുന്നില്ല? ഫ്രാങ്കസ്റ്റൈൻ തയ്യാറാവുന്നില്ല. കാരണം ഓൾറെഡി ഒരു പ്രശ്നം മോൺസ്റ്റർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്നിനെയും കൂടെ ഉണ്ടാക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു ഫ്രാങ്കസ്റ്റൈനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ലേഡി ലവിനെ വരെ, ഭാര്യയെ വരെ കൊല്ലുന്നുണ്ട് മോൺസ്റ്റർ. അപ്പം അങ്ങനെ എൻഡ് ചെയ്യുന്നു. ദെൻ ഫ്രാങ്കസ്റ്റൈൻ മരിക്കുന്ന ഒരു സമയത്ത് മോൺസ്റ്റർ വന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നൊക്കെ ഉണ്ട്. അതാണ് പറയുന്നത്, ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ഫ്രാങ്കസ്റ്റൈൻ ദ മോൺസ്റ്റർ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു മീറ്റ് ഹിസ് ക്രിയേറ്റർ. തന്നെ ഉണ്ടാക്കിയ ഒരാളെ വിസിറ്റ് ചെയ്യാൻ. ഈ വിസിറ്റിൽ ഹി മീറ്റ്സ് വാൾട്ടൺ ആൻഡ് ഷെയർസ് ഹി സൈഡ് ഓഫ് ദി സ്റ്റോറി. മോൺസ്റ്റർ ഇതെൻ്റെ കഥയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാൾട്ടനോട്. സൂൺ ദ ഡെത്ത് ഓഫ് ഫ്രാങ്കസ്റ്റൈൻ മരിക്കുന്നു, മോൺസ്റ്ററെ കാണാതാവുന്നു, പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ നോക്കാട്ടോ, മേജർ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ. ഇയാളാണ് മോൺസ്റ്ററെ ഉണ്ടാക്കുന്നത്. അയാളാണ് നെറേറ്റർ. മെയിൻ പാർട്ട് നോവലിൻ്റെ ഒരു പരിധി വരെയുള്ള നെറേറ്റർ ആരാണ്? വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ ആണ്. ഇയാൾ തന്നെയാണ് ഇതിലെ നാടകത്തിലെ നോവൽ ഹീറോ എന്ന് പറയുന്നത്. ജനീവയിൽ ജനിച്ചു. അൽഫോൺസ് ഫ്രാങ്കസ്റ്റൈൻ ആൻഡ് കാരോലിൻ ഇതായിരുന്നു പാരൻസ്. അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ഡെഡ് ബോഡിക്ക് ലൈഫ് കൊടുക്കുകയാണ് ചെയ്തത്. അതായിരുന്നു മോൺസ്റ്ററായി വളർന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം തന്നെ കളഞ്ഞു. ദെൻ അടുത്തത് മോൺസ്റ്റർ എന്ന് പറഞ്ഞ കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. മോൺസ്റ്ററിനെയാണ് ആര് ജന്മം നൽകുന്നത്? വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ കൊടുക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ തിങ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് അഗ്ലി മോൺസ്റ്ററായിട്ട് മാറി. ആ മോൺസ്റ്റർ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കതിൽ നിന്നും ഒരു ഇത് കിട്ടാനായിട്ട് ഒരു ഫീമെയിൽ കൗണ്ടർ പാർട്ടിനെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് തയ്യാറാവാത്തത് കൊണ്ട് മോൺസ്റ്റർ റിവെഞ്ച് ചെയ്യുന്നു. പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ, ഫ്രണ്ട്സിനെയും ഒക്കെ ആരുടെ? വിക്ടർ ഫ്രാങ്കസ്റ്റൈനെ കൊല്ലുന്നു. റോബർട്ട് വാൾട്ടൺ ആരാണ്? ഒരു കടലിൽ പോകുന്ന ഒരു നാവികനാണ്. അയാളാണ് ആദ്യത്തിൽ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ്റെ ജീവിതം ഐസിൽ നിന്ന് രക്ഷിക്കുന്നത്. ഈ റോബർട്ട് വാൾട്ടൺ എഴുത്തുകൾ എഴുതുന്നുണ്ട് തൻ്റെ സിസ്റ്ററിന്. ആ എഴുത്തുകളിലൂടെയാണ് ആരുടെ കഥ നമ്മൾ നോവൽ തുടങ്ങുന്നതും ഈ ഒരു ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ നോവൽ അവസാനിക്കുന്നതും. ഈ ലെറ്റേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ആരുടെ കഥയാണ്? ലെറ്റേഴ്സിൽ റോബർട്ട് വാൾട്ടൺ ആരുടെ കഥയാണ് പറയുന്നത് സിസ്റ്ററിനോട്? ഫ്രാങ്കസ്റ്റൈൻ്റെ കഥയാണ് കേട്ടോ. അൽഫോൺസ് ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാദറാണ്. വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ്റെ നല്ല സ്നേഹമുള്ള ഒരു അച്ഛനാണ്. എലിസബത്ത് എന്ന് പറഞ്ഞ വൈഫായിരുന്നു ഫ്രാങ്കസ്റ്റൈൻ്റെ. എലിസബത്തിനെ കൊന്നതിന് ശേഷം പിന്നെ ഫാദറിനെയാണ് മോൺസ്റ്റർ കൊല്ലുന്നത്. എലിസബത്ത് ലെവൻസ് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാഥ പെൺകുട്ടിയാണ്. ഫ്രാങ്കസ്റ്റൈൻ ഫാമിലി അഡോപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നീട് വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ്റെ ഭാര്യയായി. പക്ഷെ മോൺസ്റ്റർ കൊല്ലുന്നുണ്ട്. ഹെൻറി ക്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ്റെ കൂട്ടുകാരനാണ്. ഇതിനെയും ആരാണ് കൊല്ലുന്നത്? നമ്മുടെ മോൺസ്റ്ററാണ് കൊല്ലുന്നത്. സ്ട്രക്ചർ ഓഫ് ദ നോവൽ വായിച്ചു കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ചാപ്റ്റർ ബേസ് സമ്മറിയാണ്, അത് വായിക്കാം. അതൊക്കെ ഒരുപാടുണ്ട്. ഇത് തന്നെ കഥ, കൂടുതലൊന്നുമില്ല. അതിൻ്റെ ക്രിറ്റിക്കൽ അനാലിസിസ് നോക്കുക. ദെൻ റീക്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് വാൾട്ടൺ ആരാണ്? ഒരു എക്സ്പ്ലോററും റഷ്യ ടു പസഫിക്കിലേക്ക് യാത്ര ചെയ്യുന്ന നാവികനാണ്. വാൾട്ടൻ്റെ ക്രൂ ഉണ്ട്. അവരാണ് ആരെ കണ്ടുമുട്ടുന്നത്? ടയേർഡായിട്ടുള്ള ഫ്രാങ്കസ്റ്റൈനെ കണ്ടുമുട്ടുന്നത്. ഐസ് ഷീറ്റിൽ ഫ്ലോട്ട് ചെയ്യായിരുന്നു, ഒഴുകുകയായിരുന്നു. അപ്പോൾ ഫ്രാങ്കസ്റ്റൈനെ രക്ഷിച്ചു. അപ്പോൾ ഫ്രാങ്കസ്റ്റൈൻ കഥ പറയുകയാണ്. തൻ്റെ ജനീവയിൽ ജനിച്ചു. അങ്ങനെ അത്ഭുതങ്ങൾ കണ്ടെത്താനും പുതിയത് കണ്ടെത്താനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അവർ ഫാമിലിനെ കുറിച്ച് പറയുമ്പോൾ എലിസബത്ത് ഉണ്ട്. ഒരു അനാഥ പെൺകുട്ടിയാണ്. ഫ്രാങ്കസ്റ്റൈൻ ഫാമിലി അഡോപ്റ്റ് ചെയ്തതാണ്. ആ സമയത്ത് പിന്നീട് ഫ്രാങ്കസ്റ്റൈൻ ഇവിടെ ജോയിൻ ചെയ്യുന്നു യൂണിവേഴ്സിറ്റിയിൽ. നാച്ചുറൽ സയൻസ് പഠിക്കുന്നു. കാരോലിൻ എഫക്റ്റഡ് ബൈ ഫീവർ. കാരോലിൻ അമ്മ മരിച്ചു. മിസ്റ്റർ ക്രീംബും വാൾട്ടനും രണ്ടുപേരും ഫ്രാങ്കസ്റ്റൈനെ പ്രചോദനമായിട്ടുള്ള രണ്ട് പ്രൊഫസർമാരാണ്. വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ മരിച്ചുപോയതിന് ജീവൻ നൽകാൻ നോക്കുകയാണ്. അങ്ങനെ ആ ഒരു എക്സ്പെരിമെൻ്റ് സക്സസ് ആയി. പക്ഷേ ആർക്കാണ് ജന്മം നൽകിയത്? ബേർത്ത് മോൺസ്റ്ററിനാണ്. അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുകയാണ്. അദ്ദേഹം ആകെ റെസ്ലെസ്സായി, വിഷമായി, പേടിയായി. പിന്നെ അദ്ദേഹത്തെ നോക്കിയതൊക്കെ ഫ്രണ്ടായിട്ടുള്ള ഹെൻറി ക്ലെർവലാണ്. ഒരു ബ്രദർ ഉണ്ട്, വില്യം. ആ ബ്രദറിനെ ആരാ കൊന്ന? മോൺസ്റ്റർ കൊന്നു. അങ്ങനെ ഫാദറിനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വന്നു ബ്രദർ. അപ്പോൾ എല്ലാവരും അവരുടെ സെർവൻ്റായിട്ടുള്ള ജസ്റ്റിൻ മോർട്ടീസിനെ സംശയിച്ചു. അതിന് തൂക്കിക്കൊന്നു. അതിനും കാരണം ആരാണ്? ഈ മോൺസ്റ്റർ കാരണം തന്നെയാണ്. അങ്ങനെ ഈ ഒരു വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ്റെ മനസ്സ് റീഫ്രഷ് ചെയ്യാനായിട്ട്
മൗണ്ട് വേർട്ടിൽ നിന്നും അദ്ദേഹം ഒരു യാത്ര പോകുന്നുണ്ട്. അവിടെയും മോൺസ്റ്ററെ കണ്ടുമുട്ടുന്നുണ്ട്. മോൺസ്റ്ററിൻ്റെ കഥ പറയുകയാണ്. ഇൻസൾട്ടഡ് ബൈ ഹ്യൂമൻ ബീയിങ് ടേൺസ്, ഭയങ്കര പ്രതികാര ബുദ്ധിയാണ്. അങ്ങനെ മോൺസ്റ്റർ പറഞ്ഞു എനിക്കൊരു ഫീമെയിൽ മോൺസ്റ്ററിനെ ഉണ്ടാക്കാൻ. അത് നൽകി കൊടുത്തില്ല വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. അങ്ങനെ എലിസബത്തുമായിട്ട് വിവാഹം കഴിയാണ് ആരുടെ, വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ്റെ. ആ സമയത്ത് കാണുന്നത് ഇവിടെ ഫ്രാങ്കൻസ്റ്റൈൻ അയർലാൻഡിൽ വെച്ചിട്ട് മോൺസ്റ്റർ അയർലാൻഡിൽ വെച്ചിട്ട് ക്ലർവൽ എന്ന് പറഞ്ഞ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ കൊലപ്പെടുത്തി. ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഹണിമൂണിൻ്റെ സമയത്ത് ഭാര്യയായിട്ടുള്ള എലിസബത്തിനെയും മോൺസ്റ്റർ കൊന്നു. വോൾട്ടൻസ് ടീം, പക്ഷെ വാൾട്ടൻ്റെ ടീം വിക്ടറിനെ നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ മരിച്ചപ്പോൾ മോൺസ്റ്റർ ലാസ്റ്റ് വിസിറ്റ് നടത്തി. പിന്നെ മോൺസ്റ്ററിനെ കാണാണ്ടായി. അതിലത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം കേട്ടോ. ദെൻ അടുത്ത ഡോവർ ബീച്ചാണ്. മാത്യു അർനോൾഡിൻ്റെ ഡോവർ ബീച്ച് നമുക്ക് നോക്കാം. ഇതൊരു പോവാണ്. ഇത് ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ലിറിക്കൽ പോയമാണ് മാത്യു അർനോൾഡിൻ്റെ. 1867 അത് റിലീസ്ഡ് ആവുന്നത്. ന്യൂ പോംസ് എന്ന് പറഞ്ഞ കളക്ഷനിലാണ്. ഇത് ലാമൻറ്റ് ചെയ്യാണ്. അത് തന്നെയാണ് അതിൻ്റെ തീമും. വിലപിക്കുകയാണ് കവി ഓൺ ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് വാല്യൂസ് ഇൻ വിക്ടോറിയൻ സൊസൈറ്റി. വിക്ടോറിയൻ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം, മൂല്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിലപിക്കുകയാണ്. അതെങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പോയിട്ട് ആഗ്രഹിക്കുകയാണ് ഒരിക്കലും നശിക്കാത്ത ഒരു സ്നേഹം, അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ട്രസ്റ്റ്, വിശ്വാസം ഫ്രം ഹിസ് ബിലവ്ഡ്. ഇനി അതിൽ നിന്നൊക്കെ ഇപ്പം വിശ്വാസം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇനി ആൾ ഇപ്പം ലവിനോട് പറയുകയാണ് ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, നമ്മൾ അന്യോന്യം സത്യസന്ധരായിട്ടിരിക്കുക, ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ സ്നേഹം ഒരിക്കലും നശിച്ചു പോകരുത് എന്നുള്ളത്. അപ്പോൾ സ്റ്റാൻസ 1 അത് ആ ഒരു മീനിങ് തന്നെയാണ്. ലിറ്റററി ഡിവൈസ് വായിക്കുക. സ്റ്റാൻസ 2, സ്റ്റാൻസ 3, സ്റ്റാൻസ 4 ക്രിറ്റിക്കൽ അനാലിസിസ് നോക്കാം. ഡോവർ ബീച്ച് റിട്ടൺ 1851. അതൊരു ഡ്രാമാറ്റിക് മോണോലോഗാണ്. സ്വയം പറയുന്ന രൂപത്തിലാണത് എന്ന് ഓർത്തിരിക്കുക. സൈലൻറ്റ് ലിസണർ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലും ഒരു ഹണിമൂൺ പോവാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നാച്ചുറൽ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. 3 stanzas of 14, 6 and 8 lines respectively ആണ്. പോയട്രി ആസ് ഇറ്റ്സ് ബോട്ടം ഓഫ് ക്രിറ്റിസിസം ഓഫ് അണ്ടർ കണ്ടീഷൻ ഫിക്സഡ് ഫോർ പോയറ്റിക് ട്രൂത്ത് ആൻഡ് പോയറ്റിക് ബ്യൂട്ടി. ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിക്കാണ്. അത് ശരിക്കും വിമർശിക്കുക തന്നെയാണ് വിക്ടോറിയൻ സൊസൈറ്റീനെ ആ ഒരു വരികളിലൂടെ എന്ന് പറയാണ്. ഷോർട്ടർ പോയാണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സൂത്തിങ് ഡിസ്ക്രിപ്ഷനാണ്. പോയം ഈസ് വാട്ട് മേക്സ് ദ പോം മോർ എൻഡ്യൂറിങ്. ഇൻ ഓർഡർ ടു എഷ്യൂർ വാം ദ പോയം ഒരുപാട് വേർഡ്സുകൾ കാം, ഫുൾ മൂൺ, ഫെയർ, ട്രാങ്കിൾ, സ്വീറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാൻസ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദെൻ ഡോവർ ബീച്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ആണ്. അത് പോയിട്ട് എവിടെയാണ് നിൽക്കുന്നത്, ഇംഗ്ലണ്ട് സൈഡിലാണ്. അപ്പോൾ ഏത് സൈഡാണ് വായിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോസ്റ്റൽ ഏരിയ ഓഫ് ഫ്രാൻസ് ആണ് നോക്കുക. ഒരു നൈറ്റ് ടെമ്പറൽ സെറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ ഒരു കാം ആൻഡ് സെറിൻ ആംബിയൻസ്. ദ പോയറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാൻഡ്സ്കേപ്പ് ആൻഡ് അഡ്രസ് ടു ബ്രൈഡ് ഗ്രൂം ആർ ജക്സ്റ്റപോസസ് ഇൻ എ ബാലൻസ്ഡ് വേ എന്ന് പറയുകയാണ്. ഈ ഒരു പോയത്തിലെ മാത്യു അർനോൾഡ് പ്രൊജക്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റൻസ് ഓഫ് ലൈഫ് ഓഫ് കപ്പിൾ ഇൻട്രൊഡ്യൂസ് എ പ്രൊഫൗണ്ട് ട്രൂത്ത്. ദ പോയം ഈസ് കപ്പിൾസ് വരുന്നുണ്ട്. സ്ട്രക്ചർ 4 stanzas ഓഫ് വേരിയസ് ലെങ്ത്. ദ മൂഡ് ഓഫ് ദ പോയം ഒരു സങ്കടം, മെലങ്കളിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അറ്റ്മോസ്ഫിയർ ഇൻ ദ ഈവൻ ഫ്രം ദ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ സീ എന്ന് പറയുന്നത് കാം ആണെന്ന് പറയുകയാണ്. വൈറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ സീ ഇൻ ദ പോം കുഡ് ബി അണ്ടർസ്റ്റുഡ്. ദ ലൈറ്റ് ഫ്രം ദ ഫ്രാൻസിസ് എക്സ്റ്റിങ്ക്വിഷ്ഡ്. അപ്പം ഒന്ന് വായിക്കുക. സോഫോക്ലസ് ആണ് അവിടെ. സോഫോക്ലസ് അനുഭവിച്ച വിഷമമാണ് ഇന്ന് പോയിട്ട് അനുഭവിക്കുന്നത്. ഇന്ന് അപ്പോൾ ഒരു ആരെക്കുറിച്ചാണോ അവിടെ റെഫർ ചെയ്തിട്ടുള്ള ഒരു ഗ്രീക്ക്, അത് സോഫോക്ലസ് ആണെന്ന് പറയുക. ആ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പോയിറ്റ് കമ്പയർസ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ് ഓഫ് സോഫോക്ലസ് ഓൺ ദ ഷോർ ഓഫ് ഏഗിയൻ സീ. സോഫോക്ലസ് എവിടെ നിൽക്കുന്നത്, ഏഗിയൻ സീയിലാണെന്ന്. അന്ന് സോഫോക്ലസ് അനുഭവിച്ച വിഷമമാണ് ഇവിടെ മാത്യു അർനോൾഡ് വിഷമിക്കുന്നത്. നെക്സ്റ്റ് 2 പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചേക്കുക. റീകാപ്പ് എന്താണ്, നൈറ്റ് ടെമ്പറൽ സെറ്റിംഗ് ഓഫ് ദ പോവാണ്. സ്പീക്കർ ഓഫ് ദ പോവം ആരോടാണ്, ഇവിടുത്തെ കവി നമ്മുടെ മാത്യു അർനോൾഡ് ആരോടാണ് സംസാരിക്കുന്നത്, ബിലൗഡിനോടാണ്. സീ എങ്ങനെയാണ്, വളരെ ശാന്തമാണ് രാത്രി. ഫ്രഞ്ച് കോസ്റ്റ് തൊട്ടപ്പുറത്ത് കാണുന്നുണ്ട്. ബിലൗഡ്, വിൻഡോ, ചാമിങ്, നൈറ്റ് വിളിക്കുന്നുണ്ട്. സോഫോക്ലസിൻ്റെ റെഫറൻസ് ഉണ്ട്. സൗണ്ട് ഓഫ് വേസ് ഒക്കെ എന്താ കാണിക്കുന്നത്, മിസറി ആൻഡ് സോറോ, എന്താ വിഷമം, സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, മൂല്യങ്ങൾ, അതിലാണ് കവിക്ക് വിഷമം. അതുകൊണ്ട് തന്നെ മെലങ്കളിക്കും വിഡ്രോയിങ് സൗണ്ടാണ്. സീ ഓഫ് ഫെയ്ത്ത് ഡിസപ്പിയർ ചെയ്തിരിക്കുന്നു, മെറ്റഫറാണ് കേട്ടോ. എർത്ത് ബിക്കംസ് നേക്കഡ് വെൻ നോ ഫെയ്ത്ത് ആൻഡ് വാല്യൂ, ഒന്നുമില്ല, മൂല്യമില്ല, വിശ്വാസമില്ല. ബിലൗഡ് ടു ബി ട്രൂ, വേൾഡ്സ് അപ്പിയേഴ്സ് ഡ്രീമി, ഇലൂഷണറി, ജോയ് ആൻഡ് പീസിലെ ഒരു കണ്ടീഷൻ സം വൺ ലാൻഡഡ് ഇൻ കൺഫ്യൂസ്ഡ് പ്ലേസ് ഓഫ് ഫൈറ്റിംഗ് ഈച്ച് അതർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. സെവൻ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതൊക്കെ ബ്ലോക്ക് 5 ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് നല്ലപോലെ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ.